നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരോടൊക്കെ നമ്മൾ എന്താ പറയുക ഇടപഴകാറുണ്ട് അല്ലേ? നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ പുഞ്ചിരിക്കാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട് അല്ലേ? ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കാറുണ്ട്, കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാറുണ്ട് അല്ലേ? അത് ഓരോ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. പലപ്പോഴൊക്കെ നമ്മൾ ചില ആളുകളോട് ഒത്തിരി സമയം സംസാരിക്കുവാൻ ഇഷ്ടപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ചില ആളുകളോട് ഒട്ടും സംസാരിക്കുവാൻ ഇഷ്ടപ്പെടാറില്ല അല്ലേ? ചിലരോട് നമ്മൾ ഒരുപാട് സമയം സംസാരിക്കും, എന്നാൽ ചിലരോട് നമ്മൾ കുറച്ച് സമയം മാത്രമേ സംസാരിക്കാറുള്ളൂ. ചിലരോട് നമ്മൾ സംസാരിക്കാനേ നിൽക്കാറില്ല അല്ലേ? ചില സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരാളോട് ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും സംസാരിക്കുവാനുള്ളൊരു ആവേശവും ഊർജ്ജവും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ചിലരോടോ നമുക്കത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരാളോട് പെരുമാറുമ്പോൾ ദയയോട് കൂടി, ആത്മാർത്ഥതയോട് കൂടി, താഴ്മയോട് കൂടി നമ്മൾ ഇടപഴകുക അല്ലേ? വാശിയോ, ഒരാളോടുള്ള വാശി, ദേഷ്യം അല്ലേ, ഇതൊക്കെ നമ്മൾ മറ്റൊരാളോട് തീർക്കരുത് അല്ലേ? അത്തരത്തിലുള്ള എന്താ പറയുക, ഒരു ചിന്ത നമ്മൾ കൊണ്ട് നടക്കുവാനേ പാടില്ല. വാശി വൈരാഗ്യമൊക്കെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ സ്വയം നശിക്കും. ഏതൊരാളോടും നമുക്ക് ഇടപഴകുമ്പോൾ നമുക്ക് പൂർണ്ണതയോടുകൂടി നമുക്ക് ഇടപഴകുവാനോ അവരെ പുഞ്ചിരിപ്പിക്കുവാനോ പൊട്ടിച്ചിരിപ്പിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരാളെ നമ്മൾ ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെ ലഭിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വാശിയും വൈരാഗ്യമൊന്നും വേണ്ടട്ടോ, ഉപേക്ഷിച്ചേക്കുണ്ടെങ്കിൽ.